നമസ്കാരം ഫ്രണ്ട്സ്, ഇന്ത്യൻ ഫെലോ ട്രാവലേഴ്സിൻ്റെ അമ്മാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ നമ്മൾ എന്താ ഉണ്ടാക്കിയത്? വൽവൽ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കുറേയധികം കമൻറ്റ്സ് ഉണ്ടായിരുന്നു വൽവലിന്. അപ്പോൾ തൃശ്ശൂരിലൊരു ചേച്ചി കമൻറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനെ സ്റ്റ്യൂ എന്നാണ് പറയണത്, പിന്നെ അതിനകത്ത് കായ ഇടൂല എന്ന് പറഞ്ഞവർ. അപ്പോൾ നമ്മുടെ കൊങ്കണി സ്റ്റൈലിൽ നമ്മൾ കായൊക്കെ ഇടും. അപ്പോൾ വളരെയധികം നന്ദി കമൻറ്റിന്. കുറേയധികം നല്ല മെസ്സേജുകളുണ്ടായിരുന്നു, ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതേപോലെ എല്ലാവരുടെയും സപ്പോർട്ടിന് വളരെയധികം നന്ദി. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോണത് എന്താണ്? ഒരു 4 മണി പലഹാരം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോണത് 4 മണി പലഹാരമാണ് അല്ലേ? അപ്പോൾ അതിനൊരു പേരില്ലേ? ക്യാബേജ് കൊണ്ട് ഒരു 4 മണി പലഹാരമാണ് അപ്പം എന്ന് പറയുന്നത്. അപ്പം കൊങ്ങണിയിൽ എന്താ പറയണത്? ക്യാബേജ് ഉണ്ടി. ക്യാബേജ് ഉണ്ടിയല്ല. അപ്പം മലയാളവും കൊങ്കണിയും കൂടി മിക്സ് ആക്കുന്നുണ്ടമ്മ. ക്യാബേജാ ഉണ്ടി എന്നാണ് നമ്മൾ കൊങ്കണിയിൽ ഇതിന് പറയണത്. ഇത് നമുക്ക് 2-3 രീതിയിൽ നമുക്കിത് ചെയ്യാൻ പറ്റും അല്ലേ? ഇഡ്ഡലി പാത്രത്തിൽ ചെയ്യാം, കിണ്ണത്തില്, അതായത് മറ്റേ പ്ലേറ്റിൽ ഇടാം, പ്ലേറ്റിൽ ചെയ്യാം. പിന്നെ വാഴയില വെച്ച് അതിലിടാം. വാഴയില വെച്ചിട്ട് അന്ന് നമ്മൾ ചേമ്പിലയുടെ അപ്പം ഉണ്ടാക്കിയ പോലെ അതേപോലെ. ഓക്കെ, നമ്മൾ ഒരാഴ്ച മുമ്പ് നമ്മൾ ചേമ്പിലയുടെ അപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ആരെങ്കിലും കാണാതിരിക്കുന്നെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഐക്കാർഡിൽ തരാം. നിങ്ങളൊന്ന് പോയി കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക. ക്യാബേജ് കൊണ്ടുള്ളൊരു കിണ്ണത്തപ്പം, അത് നമ്മൾ ഇഡ്ഡലി പ്ലേറ്റിലും ഉണ്ടാക്കാം, കിണ്ണത്തിൽ വെച്ചും ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് എങ്ങനെയാണ് ഉണ്ടാക്കാൻ വേണ്ടി പോണേ? രണ്ട് രീതിയിലും ചെയ്യാം അല്ലേ? അപ്പോൾ ഇഡ്ഡലിയും ക്യാബേജിൻ്റെ ഇഡ്ഡലിയും വട്ടയപ്പം, ക്യാബേജിൻ്റെ വട്ടയപ്പം അല്ലേ? അപ്പോൾ 2 രീതിയിലാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോണത്. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് പരിചയപ്പെടുത്താം. ക്യാബേജിൻ്റെ കിണ്ണത്തപ്പം ഉണ്ടാക്കാനായിട്ട് പച്ചരി, കുതിർത്ത് വെച്ച പച്ചരി, ക്യാബേജ്, തേങ്ങാപ്പീര, മഞ്ഞൾ, മുളക്, ഉപ്പ്, പിന്നെ കായം. അപ്പോൾ നമുക്ക് ക്യാബേജിൻ്റെ കിണ്ണത്തപ്പം ഉണ്ടാക്കാനായിട്ട് 6 ഇൻഗ്രീഡിയൻസ് ആണ് ആവശ്യം. അപ്പോൾ ക്യാബേജിൻ്റെ കിണ്ണത്തപ്പം ഉണ്ടാക്കുന്ന ഇൻഗ്രീഡിയൻസ് ആണ് പരിചയപ്പെടുത്തിയത് നമ്മൾ അല്ലേ? അതെ. 7 ഇൻഗ്രീഡിയൻസ് ആണ് പരിചയപ്പെടുത്തിയത്. നമ്മൾ ആദ്യമേ തന്നെ അരി കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അതെ. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്താണ്? പച്ചരിയും തേങ്ങാപ്പീരയും മഞ്ഞളും മുളകും ഉപ്പും കൂടി ഇട്ട് അരക്കണം അല്ലേ? അരക്കണം. അപ്പോൾ ഇതെല്ലാം ഇട്ടിട്ട് നമ്മൾ മിക്സിയിൽ ഇട്ടിട്ട് അരയ്ക്കാൻ വേണ്ടി പോണേ. അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നമുക്ക് മിക്സിയിലിട്ട് ഇതെല്ലാം അരച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ആദ്യം പച്ചരി അല്ലേ? അപ്പോൾ ആദ്യം നമ്മൾ മിക്സിയിൽ പച്ചരി ഇടും, ശേഷം തേങ്ങാപ്പിര, ഉണക്കമുളക്. എത്ര മുളക് ഇട്ടിട്ടുണ്ട്? 7 മുളക് അല്ലേ? വെളുപ്പൊടി, ഉപ്പ്. മിക്സിയിലിട്ടതെല്ലാം നല്ലോണം അരച്ചെടുക്കണം അല്ലേ? എത്ര അങ്ങനെ? അപ്പോൾ കട്ടിയായിട്ട് അരക്കണോ അതോ? അതെ, അധികം വെള്ളം ഇടാതെ തരി പോലെ. അപ്പോൾ അധികം വെള്ളം ഇടാണ്ട് തരി പോലെ അരച്ചെടുക്കണം അല്ലേ? അപ്പോൾ നമുക്ക് നേരെ മിക്സി ഓൺ ചെയ്ത് കുറച്ച് വെള്ളം അല്ലേ? മാവ് അരച്ചതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് മാറ്റാത്. അതിനുശേഷം മുറിച്ച് വെച്ച ക്യാബേജ് മാവിലിട്ട് നന്നായിട്ട് ഇളക്കാം. നല്ലോണം മിക്സ് ചെയ്തെടുക്കണം അല്ലേ? അതെ, ഇനി നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇനി ഈ മാവിലേക്ക് കുറച്ച് കായപ്പൊടിയും കൂടി ചേർക്കാം. ഇതിനകത്തോട്ട് നമ്മൾ കുറച്ച് കായപ്പൊടിയും കൂടി ആഡ് ചെയ്തല്ലേ? അതെ. ശേഷം മാവ് നന്നായിട്ട് കലക്കി നമുക്ക് ഇഡ്ഡലി പാത്രത്തിൽ വയ്ക്കാം. നമ്മൾ ഗ്യാസ് കത്തിച്ച് ഇഡ്ഡലി പാത്രം അതിനകത്തോട്ട് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഇഡ്ഡലി പാത്രം ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നമ്മൾ ആദ്യം ഏത് പാത്രത്തിലാണ് ഇഡ്ഡലി തട്ടിൽ ആണോ? നമ്മുടെ ഇഡ്ഡലി പാത്രത്തിലാണ് നമ്മൾ ആദ്യം മാവിടാൻ വേണ്ടി പോണത്. ഇഡ്ഡലി പാത്രത്തിലോട്ട് എടുത്ത് വെക്കും.
ഇഡ്ഡലിയാണ് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോണത്. അടുത്ത സെറ്റ് നമ്മൾ കിണ്ണത്തിലാണ്. പക്ഷേ കിണ്ണം നേരെ നമുക്ക് നേരെ അതിനകത്തോട്ട് വെക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇഡ്ഡലിപ്പാത്രം, ഇഡ്ഡലിയുടെ പ്ലേറ്റ് എന്ന് പറയാൻ വേണമെങ്കിൽ അല്ലേ, ഇഡ്ഡലിയുടെ അച്ച് നമ്മൾ അതിൻ്റെ പൊക്കത്ത് വെച്ചതിന് ശേഷം നമ്മുടെ കിണ്ണം അതിൻ്റെ പൊക്കത്തോട്ട് വെക്കും. അതിനുശേഷം നമ്മൾ മാവ് അതിനകത്തോട്ട് സെർവ് ചെയ്ത് വെക്കും. ഇഡ്ഡലിയും ഒരു തട്ട കിണ്ണത്തപ്പവും നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ ഒരു തട്ട് ഇഡ്ഡലിയും ഒരു തട്ട് കിണ്ണത്തപ്പവും നമ്മൾ ചെയ്തേക്കണത്. അതായത് നമ്മൾ വേവിക്കാൻ വേണ്ടി വെച്ചേക്കണത്. അപ്പൊ നമുക്കിത് എത്ര മണിക്കൂർ? അരമണിക്കൂർ വേണ്ടി വരും. അരമണിക്കൂർ അല്ലേ? അപ്പൊ നമുക്ക് അരമണിക്കൂറിന് ശേഷം നമ്മുടെ കിണ്ണത്തപ്പവും നമ്മുടെ ഇഡ്ഡലി, അതായത് നമ്മുടെ കേബേജ് ഇഡ്ഡലിയും കേബേജ് കിണ്ണത്തപ്പം അല്ലേ, രണ്ടും ഏകദേശം ഒരു അരമണിക്കൂറോളം നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് കാണാം. അരമണിക്കൂറോളമായി നമ്മൾ വേവിക്കാൻ വെച്ചിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഇത് വെന്തോന്ന് നോക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഒരു ചട്ടകം എടുത്തിട്ട് നമ്മുടെ മാവിൽ കൊത്തി നോക്കും. അപ്പോൾ അതിനകത്തോട്ട് പറ്റിപ്പിടിച്ചില്ലെങ്കിൽ വെന്തെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഏകദേശം നല്ലോണം വെന്ത് വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ നമ്മുടെ കിണ്ണത്തപ്പം, കേബേജ് കിണ്ണത്തപ്പം റെഡിയായി. നമുക്കിനി നമ്മുടെ കേബേജ് ഇഡ്ഡലി റെഡിയായാൽ നോക്കാം. അപ്പോൾ അതും നല്ലോണം ഏകദേശം വെന്ത് വന്നിട്ടുണ്ടെന്ന് വെച്ചാൽ ഇത് പൊക്കത്തെ വെന്ത് വന്നിട്ടുള്ളതുകൊണ്ട് അടിയിലും ഏകദേശം നല്ലോണം വെന്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ ഇഡ്ഡലിയും കൂടി നമുക്ക് മാറ്റി വെച്ച് നോക്കാം. നമ്മുടെ ഇഡ്ഡലി റെഡിയായി. നമുക്ക് ഇനി പാത്രത്തിലോട്ട് എടുത്ത് മാറ്റി വെക്കണം. അപ്പോൾ ആദ്യത്തെ ഇഡ്ഡലി, രണ്ടാമത്തെ ഇഡ്ഡലി, കേബേജ് ഇഡ്ഡലിയും കേബേജ് കിണ്ണത്തപ്പം അല്ലേ, രണ്ടും റെഡിയായി. വിത്തിൻ ഒരു ഹാഫ് ആൻ അവർ എടുത്തു അല്ലേ ഇത് വെന്ത് വരാനായിട്ട്. അപ്പോൾ നല്ല ചൂടായിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് കുറച്ച് നേരം നമ്മൾ തണുപ്പിക്കാൻ വെച്ചു അല്ലേ. കുറച്ച് നേരം തണുപ്പിച്ച ശേഷമാണ് നമ്മളെടുത്ത് ഇതിനകത്തോട്ട് സെർവ് ചെയ്തത്. അപ്പോൾ ഇത് നമുക്കിനി ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഇഡ്ഡലി, അതായത് നമ്മുടെ കേബേജിൻ്റെ ഇഡ്ഡലി നമ്മൾ ഇതിൻ്റെ കൂടെ നമ്മൾ എന്തെങ്കിലും കൂട്ടി കഴിക്കണ്ടേ അല്ലേ? സാധാരണ ഇഡ്ഡലിയുടെ കൂടെ നമ്മൾ ചമ്മന്തി, സാമ്പാർ, ബാക്കിയുള്ള സാധനങ്ങളൊക്കെ അല്ലേ ഒഴിച്ചു കൂട്ടാൻ കഴിക്കുമായിരുന്നു. പക്ഷേ നമ്മൾ ചേമ്പിലപ്പം, അതേപോലെ കേബേജ് അല്ലേ, കേബേജ് ഇഡ്ഡലി, അങ്ങനത്തെ ഐറ്റങ്ങളെല്ലാം നമ്മൾ വെളിച്ചെണ്ണ യൂസ് ചെയ്തിട്ടാണ് കഴിക്കാറ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പൊക്കത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷമാണ് നമ്മളിത് ടേസ്റ്റ് ചെയ്യാറ്. അപ്പോൾ നമ്മൾ ഇഡ്ഡലിയുടെ കൂടെ കൂട്ട് കഴിക്കാൻ വേണ്ടി അല്ലേ, നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് നമ്മൾ കഴിക്കാറ്. ഇതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ പൊക്കത്തോട്ട് ഒഴിച്ചിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട്. കുറേ നാളായില്ലേ നമ്മൾ കേബേജ് ഇഡ്ഡലി ഉണ്ടാക്കിയിട്ട് അല്ലേ, നമ്മൾ കുറേ നാളായി കേബേജ് ഇഡ്ഡലി ഉണ്ടാക്കി. അപ്പോൾ ബ്ലോഗൊക്കെ വന്നതോടെ നമുക്ക് ഇഷ്ടമാതിരി ഫുഡാണ് നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ കിട്ടിയത്. നമ്മൾ ഏകദേശം ഒരു 20 ബ്ലോഗ് നമ്മൾ ചെയ്തു അല്ലേ. ടേസ്റ്റ് കുറച്ച് എരിവുണ്ട്, എരിവ് കൂടുതലാണ് എനിക്ക് തോന്നുന്നു. ആ മുളകിന് എരിവ് കൂടുതലാണ് അല്ലേ. നമ്മൾ ഇന്നലെ സാമ്പാർ ഉണ്ടാക്കിയപ്പോഴും അല്ലേ, സാമ്പാർ പൊടി ഉണ്ടാക്കിയപ്പോഴും എരിവ് കൂടുതലാണ്. അതുകൊണ്ട് കുറച്ചാണ് ഇട്ടത് നമ്മളല്ലേ.
അപ്പോൾ സാമ്പാർ പൊടിയുടെ വീഡിയോ നമ്മൾ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു. ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ കാണണം കേട്ടോ. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം അല്ലേ? അല്ലേ? നല്ല ടേസ്റ്റി ആയിട്ടുണ്ട്. അതായത് കാരണം അതിനകത്ത് നമ്മൾ തേങ്ങാപ്പീര ഇട്ടില്ലേ, തേങ്ങാപ്പീര നല്ല പക്കയിട്ട് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് എരിവ് അത്രയും അറിയുന്നില്ല. തേങ്ങാപ്പീരയുടെ നല്ല ടേസ്റ്റ് മനസ്സിലാകുന്നുണ്ട്. അതേപോലെ കാബേജ് ശരിക്കും നമ്മൾ കടിക്കാൻ അല്ലേ, കടിച്ച് കഴിക്കാൻ പറ്റുന്നുണ്ട്. എണ്ണയിലിട്ട് കഴിക്കാനല്ലേ കിഴലൻ ടേസ്റ്റാണ്, ഒരു രക്ഷയില്ല, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ കേബേജ് ഇഡ്ഡലി കഴിച്ച് ടേസ്റ്റ് ചെയ്തു. കിടിലൻ ടേസ്റ്റാണ്, അടിപൊളിയാണ്. നമ്മുടെ കേബേജൊക്കെ നല്ല വെന്ത് അതിനകത്ത് നമ്മൾ ഉപ്പും മുളകാണെങ്കിലും നമ്മുടെ മാവ് ശരിക്കും മിക്സ് ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നല്ല കിടിലൻ ടേസ്റ്റാണ്. അപ്പോൾ കിണ്ണത്തപ്പം സെയിം ആയതുകൊണ്ട് ഞങ്ങൾ ടേസ്റ്റ് ചെയ്തില്ല. അത് നമ്മൾ കുറച്ചും കൂടി തണുത്തതിന് ശേഷം പിന്നീട് കഴിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ കേബേജ് കിണ്ണത്തപ്പം രണ്ടും നമ്മൾ കുറേ നാൾക്ക് ശേഷമാണ് ടേസ്റ്റ് ചെയ്യണത് അല്ലേ? നല്ലൊരു റെസിപ്പിയാണ്. നമുക്ക് എത്രയും പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു കിടിലൻ ഡിഷാണ് നമ്മുടെ കേബേജ് ഇഡ്ഡലി. അപ്പോൾ നിങ്ങളും വീട്ടിൽ ട്രൈ ചെയ്യുക. അതേപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക ആൻഡ് ബെല്ലൈക്കണം കൂടി അതും കൂടി നിൽക്കുക. നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്ന വീഡിയോ നിങ്ങളുടെ കയ്യിൽ എത്രയും പെട്ടെന്ന് എത്തിച്ചേരും. അതുകൊണ്ട് നമ്മുടെ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ടിൽ ദെൻ ബൈ ബൈ.